ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതും ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് മീർപൂർ റിവാരി, ഓക്കെ, ഹരിയാന യിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്തരത്തിലുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഗസ്റ്റ് വേക്കൻസീസ് എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ എന്തിനാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്നും ഒക്കെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന് ക്വാളിഫൈഡ് ഉള്ളവര് അറിയണം. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ വല്ലപ്പോഴൊക്കെ വിളിക്കും, കേരളത്തിൽ മാത്രമല്ല. അപ്പൊ നമ്മൾ നാഷണലി ചെക്ക് ചെയ്യണം അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ്. ധാരാളം യൂണിവേഴ്സിറ്റീസ് ഗവൺമെന്റ് കോളേജുകളെല്ലാം ഉണ്ട്, അവിടെ ധാരാളമായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഓഗസ്റ്റ് 7-ാം തീയതി യു പിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 1112 വേക്കൻസീസ് വരുന്നുണ്ട്, അത് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത് കാണുന്നവര് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതായത് ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് അറിഞ്ഞിടാത്തവരിലേക്ക് കൂടുതൽ എത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറൊന്നിനു വേണ്ടിയിട്ടല്ല. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻസ് നാളെ നമ്മുടെ ക്ലാസ്സുകൾ KVS, NVS, EMRS, AES, CTET, അതുപോലെ തന്നെ KTET, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ്, LPUP ലോങ് ടേം, ഇങ്ങനെയുള്ള കോഴ്സുകളുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സുകൾ നാളെ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ RRB ടീച്ചറിന്റെ ക്ലാസ്സുകൾ ഓൺഗോയിങ് ആണ്, അതിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ കാണുന്ന 7736750473 പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിൽ കിടക്കാം. അപ്പം ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി മീർപൂർ റിവാരി പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ വായിച്ചു നോക്കി അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത് IGU ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി IGU.ac.in മോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു അഡ്രസ് IGU.ac.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കാണപ്പെടുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റിക്രൂട്ട്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും റിക്രൂട്ട്മെന്റ്. അതിൽ ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് തന്നെ 2007-2025 വന്നിരിക്കുന്ന ഫസ്റ്റ് അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ നോട്ടിഫിക്കേഷൻ വരും. അതായത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി മീർപൂർ റിവാരി, okay, walk-in interview. University is going to conduct walk-in interview to draw the panel of teachers to engage on lectures basis in the following departments for teaching in the forthcoming odd semesters for 3 months or till regular appointment. Okay, which is earlier. ഏതാണോ ആദ്യം നടക്കുന്നത്? ഓക്കെ, അപ്പോയിന്റ്മെന്റ് വേറെ പുതിയ അപ്പോയിന്റ്മെന്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടി വരും. ഇൻ ദ കറന്റ് അക്കാഡമിക് സെഷൻ 2025-26 ടു കവർ അൺകവേർഡ് വർക്ക് ലോഡ് ഓഫ് ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം വാക്ക് ഇന്റർവ്യൂ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും വാക്ക് ഇന്റർവ്യൂ. 6-ാം തീയതി ഉണ്ട്, 7-ാം തീയതി ഉണ്ട്, 8-ാം തീയതി ഉണ്ട്, 8-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. മൂന്ന് ഡേറ്റുകളായിട്ടാണ് ഈ ഇന്റർവ്യൂ സെഷൻസ് നടക്കുന്നത്. അപ്പം അതിന്റെ സബ്ജക്റ്റുകൾ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സൈക്കോളജി, ഫാർമസി, മാനേജ്മെന്റ്, CSE, ബോട്ടണി, എൻവയോൺമെന്റൽ സയൻസ്. ബോട്ടണിക്ക് 4 ഉണ്ട്, എൻവയോൺമെന്റൽ സയൻസിന് 3 ഉണ്ട്, കെമിസ്ട്രിക്ക് 1 ഉണ്ട്, ഫാർമസി 6. ഓക്കെ, അതുപോലെ തന്നെ ഹിന്ദി 1, ഇംഗ്ലീഷ് 2. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ഹ്യൂമാനിറ്റീസ് ഉണ്ട് 6 എണ്ണം. ഓക്കെ, അതുപോലെ തന്നെ ഹിസ്റ്ററി 1, സോഷ്യൽ വർക്ക് 3, ജേർണലിസം 2, ഡിഫൻസ് സ്റ്റഡീസ് 2. ഓക്കെ, ഇത്രയുമാണ് വേക്കൻസീസ്. വാക്കിൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. പിന്നെ ഇതിന്റെ ഒരു ഫീ എന്ന് പറഞ്ഞാൽ മാക്സിമം 35,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. മാക്സിമം 35,000 ആണ് ഇതിന്റെ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഞാനിത് അറിയിക്കുന്നത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇവിടെയും പെർമനന്റ് പോസ്റ്റ് വിളിക്കുന്നുണ്ട്. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ ഉണ്ട്. കെമിസ്ട്രിക്ക് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സൈക്കോളജി, ഫാർമക്കോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, ഹ്യൂമാനിറ്റീസ്, എൻവയോൺമെന്റൽ സയൻസ്, ബോട്ടണി, ഹിസ്റ്ററി, സോഷ്യൽ വർക്ക്, ജേർണലിസം, ഡിഫൻസ് സ്റ്റഡീസ്, ഇതിന്റെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിക്കുവാനോ നിങ്ങൾ സജ്ജരാകുക. അപ്പൊ നിങ്ങൾക്ക് റെഗുലർ പോസ്റ്റ് വിളിക്കുമ്പോഴത്തേക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേക്കൻസികൾ നിങ്ങൾ അറിയിക്കുന്നത്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവര് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇന്റർവ്യൂവിന് പോവാം നിങ്ങൾക്ക്. ഓക്കെ, 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ്. ഓരോ പോസ്റ്റും സെപ്പറേറ്റ് ഡേറ്റ് ആണ് ഓരോ പോസ്റ്റും കൊടുത്തിരിക്കുന്നത്. പ്ലേസ്
ബോർഡ് റൂം, സർദാർ പട്ടേൽ ഭവൻ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി, മീർപൂർ റിവാരി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം താല്പര്യമുള്ളവർ ഇതിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അന്വേഷിക്കുക, ഈ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക എന്തെല്ലാം സബ്ജക്റ്റുകളുണ്ട്, ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതിലുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉള്ളത്, ഇനി എപ്പോഴാണ് പഴയ നോട്ടിഫിക്കേഷൻ നോക്കാൻ പറയാൻ പറ്റും, എപ്പോഴാണ് റെഗുലർ പോസ്റ്റ് വിളിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവ് തരുക എന്നുള്ളതും കൂടിയാണ് ഇത്തരത്തിലുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ നവോദയ വിദ്യാലയത്തില് ഗസ്റ്റ് ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിലെ കുറച്ച് നോട്ടിഫിക്കേഷനുകൾ അറിയിക്കാനുണ്ട്, സീറ്റിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.